N11ISൻ്റെ ദ ഹിന്ദു ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇവയൊക്കെയാണ്: പോലീസ് അട്രോസിറ്റീസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, ഇന്ത്യ സ്റ്റാൻഡ് ഓൺ അഫ്ഗാനിസ്ഥാൻ, ഏജിംഗ് ഔട്ട് ഇന്ത്യസ് കോൾ പ്ലാൻസ്, ടാക്സേഷൻ ലോസ് അമെൻമെൻറ്റ് ബിൽ 2021, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ്, ഹഡിൽ ഫോർ ഓവർസീസ് സ്റ്റുഡൻസ്. ഇന്ന് ഹിന്ദുവിൽ ഉണ്ടായിരുന്ന ന്യൂസിൻ്റെ അനാലിസിസിലേക്കാണ് കിടക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിലേക്കുള്ള ടോപ്പിക്സ് നമ്മൾ കുറച്ച് ഡെപ്തിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ന്യൂസ് ഇതാണ്: ഹ്യൂമൻ റൈറ്റ്സ് അറ്റ് റിസ്ക് ഇൻ പോലീസ് സ്റ്റേഷൻ എന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ കാര്യം, പോലീസ് സ്റ്റേഷനിൽ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സാധാരണമായിരിക്കുകയാണ്. അപ്പോൾ ഈ സംതിങ് റൈറ്റ് റിലേറ്റഡ് ടു ദ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്നുള്ളത് വയലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പോലീസുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്രൈംസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് CJIൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് ഗ്യാരണ്ടി ചെയ്യുന്നതിൽ വളരെ സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി തന്നെയാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ബോഡിയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വരുന്ന മോശം പെരുമാറ്റങ്ങൾ ജനങ്ങൾക്ക് റൈറ്റ്സ് കൂടുതൽ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള നിരീക്ഷണം നമുക്ക് ഈ ഒരു ന്യൂസിൽ കാണാനായിട്ട് സാധിക്കും. ദ മെയിൻലി ത്രെഡ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സിന് ആൻഡ് ബോഡിലി ഇൻറ്റഗ്രിറ്റി ഈസ് ദ ഹയസ്റ്റ് ഇൻ പോലീസ് സ്റ്റേഷൻ. അല്ലെ, ഇപ്പോൾ ശരീരത്തിന് ഏൽക്കുന്ന അപമാനമാണെങ്കിലും അല്ലെങ്കിൽ ക്ഷതങ്ങളാണെങ്കിലും ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻ ആണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ വളരെ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള റീസൺ റിപ്പോർട്ട്സിനെ ബേസ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താമെന്ന് ചീഫ് ജസ്റ്റിസ് പറയുന്നുണ്ട്. അപ്പോൾ കസ്റ്റോഡിയൽ ടോർച്ചർ അല്ലെങ്കിൽ ലോക്കപ്പ് മർദ്ദനം, ലോക്കപ്പ് പീഡനം, അല്ല അറസ്റ്റിലിരിക്കുമ്പോൾ ഉള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ പോലീസ് അട്രോസിറ്റീസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ് എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന കാര്യം ആർട്ടിക്കിൾ 22 കൊടുത്തിരിക്കുന്ന റൈറ്റ് അഗൈൻസ്റ്റ് ഡിറ്റൻഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓൺ ഡിറ്റൻഷൻ ആൻഡ് അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന റൈറ്റ്സിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ വയലേഷൻസ് നടക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിറ്റൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ അവർക്കൊരു ലീഗൽ അല്ലെ അവരുടെ ഒരു എഫക്റ്റീവ് ലീഗൽ റെപ്രസെൻറ്റേഷൻ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ വളരെ അതുകൊണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പാക്കുന്ന ലീഗൽ റെപ്രസെൻറ്റേഷൻ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഒരുപക്ഷെ അറസ്റ്റിലായ പേഴ്സൺ അല്ലെങ്കിൽ ഡിറ്റൈൻഡ് ആയിട്ടുള്ള പേഴ്സണിന് കൊടുക്കേണ്ട റൈറ്റ്സ് ഒക്കെ ഒരുപാട് വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആർട്ടിക്കിൾ 22 ആണ് ഗ്രാൻഡ്സ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അപ്പോൾ ഡിറ്റൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് തരത്തിലുള്ള ഡിറ്റൻഷൻ പറയുന്നുണ്ട് അല്ലേ, പ്യുനിറ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ്. പ്യുനിറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ഒരു കുറ്റം കമ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ കോടതിയിലല്ലേ ട്രയൽ കഴിഞ്ഞതിന് ശേഷം വിസ്താരത്തിന് ശേഷം അല്ലെങ്കിൽ കുറ്റസമ്മതത്തിന് ശേഷം കോർട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് ഒരു പണിഷ്മെൻറ്റ് നൽകുന്നു. അങ്ങനെ പണിഷ്മെൻറ്റ് നൽകുമ്പോൾ അതിന് ശേഷം ഉണ്ടാകുന്ന ഡിറ്റൻഷനാണ് പ്യുനിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തടവിലാക്കലാണ് പ്യുനിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ്. അതിലൊരു ട്രയലോ അല്ലെങ്കിൽ ഒരു കൺവിക്ഷനോ ഉണ്ടാവണം എന്നില്ല അല്ലെ, അതിൽ ഒരു കോടതി മുഖേനയുള്ള ഒരു വിസ്താരമോ അല്ലെങ്കിൽ ഒരു കുറ്റസമ്മതമോ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ബട്ട് ഇറ്റ്സ് എ മെഷർ ടു പ്രിവെൻറ്റ് ഫ്രം കമ്മിറ്റിംഗ് ആൻ ഒഫൻസ് ഇൻ നിയർ ഫ്യൂച്ചർ. ഇനി ചെയ്യാൻ പോകുന്ന ഒരു കുറ്റകൃത്യത്തിൽ നിന്നുള്ള ഒരു മുൻകരുതലാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ എ പ്രിക്കോഷണറി മെഷറാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 22 നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിന് രണ്ട് പാർട്സായിട്ടാണ് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് ഒരു ആൾ ഡിറ്റൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് പ്യുനിറ്റീവ് ഡിറ്റൻഷൻ അനുഭവിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കോർട്ടിൻ്റെ വിസ്താരം കഴിഞ്ഞ് കുറ്റസമ്മതം നടത്തിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെടേണ്ട അല്ലെങ്കിൽ തടവിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ആൾ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന ഒരു ആളുടെ റൈറ്റ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാളുടെ റൈറ്റ്സിനെ പറ്റി നോക്കുമ്പോൾ ആർട്ടിക്കിൾ 22 പ്രകാരം അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ടാവും. അതേപോലെ തന്നെ ഒരു ലീഗൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ അഡ്വക്കേറ്റിനെ വെച്ചിട്ട് കൺസൾട്ട് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനുമായിട്ടുള്ള റൈറ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ
അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് അറസ്റ്റിലായ ഒരാളെ 24 മണിക്കൂറിന് മുൻപിട്ടായിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്നുള്ള റൈറ്റ് പറയുന്നുണ്ട്. അത് എക്സ്ക്ലൂഡിങ് ദ ജേർണി ടൈം, മജിസ്ട്രേറ്റിനൊക്കെ മുമ്പിൽ എത്തുമ്പോഴേക്കും എടുക്കുന്ന യാത്രയുടെ ആ ഒരു ദൈർഘ്യം കുറഞ്ഞിട്ടാണ് ആ റൈറ്റ് ഉറപ്പാക്കുന്നത്, അല്ലേ, വിതിൻ 24 hours. ഈ മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്തില്ല എങ്കിൽ 24 hours ശേഷം മജിസ്ട്രേറ്റ് ഓതറൈസ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇനിയും തടവിൽ വെക്കണം എന്നുള്ള ഒരു തീരുമാനം മജിസ്ട്രേറ്റ് എടുത്തില്ല എങ്കിൽ 24 hours കഴിയുമ്പോഴേക്കും ആളെ വിട്ടയക്കാനുള്ള റൈറ്റും ആർട്ടിക്കിൾ 22 നൽകുന്നുണ്ട്. അപ്പം എന്നാൽ ഈ ഒരു റൈറ്റ്സ് ഒന്നും ചില കാര്യങ്ങളിലേക്ക്, ഈ ഒരു റൈറ്റ്സ് ചില ഒക്കേഷനിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിപ്പോൾ ഏതെങ്കിലും ഒരു കോടതിയുടെ ഉത്തരവ് പ്രകാരം അറസ്റ്റ് ചെയ്യുന്ന ഒരാൾ ആണെങ്കിൽ അയാൾക്ക് ഈ റൈറ്റ്സ് ഒന്നും ലഭിക്കുന്നതല്ല. അല്ലെങ്കിൽ സിവിൽ അറസ്റ്റ്, അല്ലേ, സിവിൽ കേസസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറസ്റ്റ് ആണെങ്കിലും ഇത് ലഭിക്കുന്നതല്ല. അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസ് വരുന്ന, അല്ലെങ്കിൽ പബ്ലിക് ലോയുടെ അധികാരത്തിൽ വരുന്ന, ഓർഡിനറി ലോയിൻ്റെ ഒരു വയലേഷനിൽ സംഭവിക്കുന്ന അറസ്റ്റിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു റൈറ്റ്സ് എൻഷുർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻകം ടാക്സിൻ്റെ, അല്ലേ, പേയ്മെൻറ്റ് ഫെയിലർ ആവുകയാണെങ്കിൽ, ഇൻകം ടാക്സ് അടയ്ക്കാത്ത ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മേൽ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. അതൊക്കെ ഏലിയൻ, അല്ലെങ്കിൽ അല്ലേ, ഒരു തീവ്രവാദ സ്വഭാവമുള്ള, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കടന്നു കയറിയിട്ടുള്ള, അങ്ങനെയുള്ള ഡിപ്പോർട്ടേഷൻ ഓഫ് ആൻ ഏലിയൻ, ആ ഒരു ഇതിലൊന്നും ഇത്തരത്തിലുള്ള റൈറ്റ്സ് നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതല്ല. അപ്പം ആർട്ടിക്കിൾ 22ൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന റൈറ്റ്സ് ഇവയൊക്കെയാണ്. ഫോർ ദ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ, അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നു, കോർട്ടിൻ്റെ ട്രയലും ഒരു കൺവിക്ഷനും ശേഷം അറസ്റ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത ഒരാൾക്കോ ഡിറ്റൻഷനിലേക്ക് പോകുന്ന, തടവിലേക്ക് പോകുന്ന ഒരാൾക്കോ ലഭിക്കുന്ന റൈറ്റ്സ് ആണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പം ഒരാൾ കുറ്റകൃത്യം ചെയ്യും എന്ന് ഉറപ്പാണ് സ്റ്റേറ്റിന്, അല്ലെങ്കിൽ സിസ്റ്റത്തിന് ഉറപ്പാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് മെഷറായിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തടവിൽ ആക്കുന്നു. അത്തരത്തിലുള്ള ആൾക്കാർക്കുള്ള റൈറ്റ്സും സെക്കൻഡ് പാർട്ടിൽ, ആർട്ടിക്കിൾ 22 തന്നെ സെക്കൻഡ് പാർട്ടിലാണ് അത് ഓതറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് 3 മാസത്തിൽ കൂടുതൽ, അല്ല, ഒരു വ്യക്തിയെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണ്, തടവിലാക്കപ്പെടുകയാണെങ്കിൽ ഒരു 3 മാസത്തിന് കൂടുതലുള്ള, അല്ലെങ്കിൽ 3 മാസത്തിൽ കൂടുതൽ ആയിട്ടുള്ള പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഒരു തരത്തിൽ ഒരു ലോയെ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. എങ്ങനെയാണെങ്കിലും ആ 3 മാസത്തിൽ കൂടുതലുള്ള ആ ഒരു ടൈം പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് പ്രത്യേക തരം കണ്ടീഷൻ ഉണ്ടായിരിക്കുന്നു. ഒരു അഡ്വൈസറി ബോഡി പ്രപ്പോസ് ചെയ്യണം. 3 മാസത്തിൽ കൂടുതൽ ഒരാളെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഡ്വൈസറി ബോഡീൻ്റെ ഗൈഡൻസ് വേണം. അപ്പം അതിൽ ആ ഒരു ബോഡി എന്ന് പറയുമ്പോൾ വെറുതെ ആവാൻ പാടില്ല. ചില ക്വാളിഫിക്കേഷൻസ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, ബോഡിയിൽ കൺസിസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് പറയുന്നുണ്ട്. അത് ജഡ്ജസ് ഓഫ് എ ഹൈക്കോർട്ട് ജഡ്ജസ് ആയിരിക്കണം. ആ അഡ്വൈസറി ബോഡിയിൽ ഉണ്ടായിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ അത്രത്തോളം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണം ആ ഒരു ബോഡിയിൽ ഉണ്ടാവാൻ. അതുമാത്രമല്ല, ഒരു എക്സ്പയറി പീരീഡ് കഴിയുന്നതിന് മുമ്പ്, ആ 3 മാസത്തിന് ശേഷം ആയിരിക്കത്തില്ല അവരുടെ ഒരു അഡ്വൈസിന് വേണ്ടിയിട്ട് ചെല്ലേണ്ടത്. അതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ 3 മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് ഒരു ജഡ്ജ്മെൻറ്റ് വാങ്ങിയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കണം. അത് ഇനിയും ഡിറ്റൻഷൻ നീട്ടിക്കൊണ്ട് പോകാൻ, 3 മാസത്തിൽ കൂടുതൽ ഡിറ്റൻഷൻ നീട്ടിക്കൊണ്ട് പോകാൻ തക്കമുള്ള സിവിയറായിട്ടുള്ളൊരു കോസ് അതിലുണ്ട് എന്നുള്ള കാര്യം അവരുടെ സർട്ടിഫിക്കേഷൻ വേണം. എന്നാൽ മാത്രമേ അത് 3 മാസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള റൈറ്റ്സ് എഗെയിൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് പലപ്പോഴും പോലീസിൻ്റെ ഒരു പെരുമാറ്റത്തിലേക്ക് വരുമ്പോൾ, പോലീസ് എങ്ങനെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ വയലേഷൻ നടക്കുന്നത് ആർട്ടിക്കിൾ 22ൻ്റെ ബേസിലാണ്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ അർഹനായിട്ടുള്ള, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലേക്ക് വിധേയമാക്കപ്പെട്ട ഒരാൾക്ക് എന്താണ് അതിൻ്റെ ഗ്രൗണ്ട് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം ആളുമായിട്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി, ഒരു ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കണം. അതിനെതിരായിട്ടുള്ള റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഓർഡറിനെതിരായിട്ട് തൻ്റെ നിരപരാധിത്വം റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം കൊടുക്കാൻ തക്കവണ്ണം കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം. ഇനി ചില സ്പെഷ്യൽ കേസസ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് അഡ്വൈസറി ബോഡീൻ്റെ ഒരു സജഷൻ അല്ലാണ്ട് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ കൊണ്ടുവരാൻ പാർലമെൻറ്റിന് സാധിക്കാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു 3 മാസത്തിൽ കൂടുതൽ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അഡ്വൈസറി ബോഡീൻ്റെ ഒരു സജഷൻ അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നതിന് പാർലമെൻറ്റ് ലോ വഴി പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിന് ശേഷം മാക്സിമം പീരീഡ് എന്ന് പറയുമ്പോൾ അതായത് ഏകദേശം 3 മന്ത്സ് തന്നെയാണ് മാക്സിമം പീരീഡ് അവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ആ പ്രൊസീജിയർ വീണ്ടും അഡ്വൈസറി ബോഡിക്കാണെങ്കിൽ, അല്ലെങ്കിൽ അഡ്വൈസറി ബോഡീൻ്റെ അധികാരപരിധിയിലേക്ക് വരുന്നു. അപ്പോൾ അഡ്വൈസറി ബോഡി നേരിട്ട് വീണ്ടും, അപ്പോൾ ആ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിൽ കൊണ്ടുവന്ന ഒരാളെ വീണ്ടും അടുത്ത കുറച്ച് നാൾക്കും കൂടി, അല്ലെങ്കിൽ 3 മന്ത്സ്, മാക്സിമം 3 മന്ത്സിലേക്ക് വീണ്ടും പ്രിവെൻറ്റീവ് ഡിറ്റൻഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പാർലമെൻറ്റിന് ചില ലോസ് എന്ത് ചെയ്യാൻ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു പീരീഡും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അഡ്വൈസറി ബോഡീൻ്റെ അധികാരപരിധിയിലേക്കാണ് വരുന്നത്. ഇനി ചില പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് തൊട്ടുള്ള ചില പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ് നമുക്ക് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് പാസ് ചെയ്യപ്പെടുന്നത് 1950-ലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു പാർലമെൻറ്റിൽ അഡ്വൈസറി ബോഡിക്കല്ലാണ്ട് പാർലമെൻറ്റിന് ചില ലോസ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ആദ്യത്തെ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ 1950-ലായിരുന്നു. ഇതിൻ്റെ വാലിഡിറ്റി സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തു. ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കോർട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോർട്ടിൽ വരുന്നത്. അപ്പോൾ സുപ്രീം കോർട്ടാണെങ്കിൽ ഈ ഒരു ആക്ടിനെ കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില പ്രൊവിഷൻസ്, ആക്ടിൻ്റെ ചില പ്രൊവിഷൻസ് വാലിഡ് അല്ല എന്നും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1969 ആകുമ്പോഴേക്കും ഇത് എക്സ്പയർഡ് ആവുന്നുണ്ട് ആക്ട്. അതിന് മുമ്പ് ഏകദേശം 7 തവണയോളം അത് അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ തവണ അമെൻഡ് ചെയ്യുമ്പോഴേക്കും ഈ ആക്ട് എന്ന് പറയുന്നത് ഏകദേശം 3 വർഷത്തോളം അതിൻ്റെ വാലിഡിറ്റി കൂട്ടിക്കൊണ്ടേയിരുന്നു. അവസാനം 31 ഡിസംബർ 1969-ലാണ് അതിൻ്റെ വാലിഡിറ്റി കഴിയുന്നത്. അപ്പോൾ സുപ്രീം കോർട്ട് വേഴ്സസ്, അല്ലെങ്കിൽ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കോർട്ട് എന്ന് പറയുന്ന ആ ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോർട്ടാണെങ്കിൽ ഇതിൻ്റെ വാലിഡിറ്റി ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്, പക്ഷേ ചില പ്രൊവിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റിപ്പീൽ ചെയ്തിട്ട് ഉണ്ടായിരുന്നു. ഇനി അടുത്തതായി മിസയാണ്. മിസ എന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ടിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനായിരുന്നു. അപ്പോൾ ഇതും 1978 നമുക്കറിയാം. മിസേൻ്റെ ഒരു, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് ഇൻ്റേണൽ സെക്യൂരിറ്റി ആക്ടിൻ്റെ പുറത്താണ് ഒരുപാട് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് 1950 ഒരു മോഡിഫൈഡ് വെർഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് 1978 അബോളിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് കൺസർവേഷൻ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ആൾസോ ദ പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന കൊഫി പോസയാണ്. അത് 1974-ലാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അടുത്തത് നാഷണൽ സെക്യൂരിറ്റി ആക്റ്റാണ്, നാസ 1980. പിന്നീട് ഥാഡയുണ്ട്, ഇപ്പോൾ ടെററിസ്റ്റ് ആൻഡ് ഡിസ്റപ്റ്റീവ് ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1985. അത് 1995 റിപ്പീൽ ചെയ്യുന്നുണ്ട്. ഇനി പ്രിവെൻഷൻ ഓഫ് ഇലിസിറ്റ് ട്രാഫിക് ഇൻ ദ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് ആൾസോ ദ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1988. അതും പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഈ പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് അല്ലേ, പോട്ട 2002, ഇത് 2004 റിപ്പീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസിന് കുറച്ച് ഉദാഹരണമായിട്ട് വരുന്നത്. അടുത്ത ആർട്ടിക്കിൾ വരുന്നത് ദ ലുക്കിംഗ് ഗ്ലാസ് ഓഫ് ഹിസ്റ്ററി ഇൻ അഫ്ഗാനിസ്ഥാൻ എന്നാണ്. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പരിശോധിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ, നമുക്കറിയാം റീസെൻ്റ്ലി വന്നിരിക്കുന്ന അല്ലേ വളരെ ബേണിംഗ് ഇഷ്യൂസാണ് അഫ്ഗാനിസ്ഥാനിൽ. താലിബാൻ്റെ അധികാരത്തിലേക്ക് അവരുടെ ഗവൺമെൻറ് ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇൻ്റർനാഷണലി എല്ലാ രാജ്യങ്ങളും ചില രാജ്യങ്ങൾ അവരുടെ സപ്പോർട്ട് അറിയിക്കുന്നുണ്ട്, ചിലവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എതിർപ്പ് അറിയിക്കുന്നുണ്ട്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു
ഗവൺമെൻറ് ഫോർമേഷൻ നടക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. അതായത് യു എസിൻ്റെ വിഡ്രോവൽ ഫ്രം ദാറ്റ് ഏരിയ അല്ല, യു എസ് ഇപ്പോൾ ട്രംപ് ഡിക്ലെയർ ചെയ്തതുപോലെ തന്നെ ജോ ബിഡനും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റും അത് ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ അമേരിക്ക ആ ഒരു അധികാര പരിധിയിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ ഹിസ്റ്ററിയിൽ ഒരു കമ്പാരിസൺ ആണ് ഈ ആർട്ടിക്കിളിൽ നടത്തുന്നത്. അതായത് സോവിയറ്റ് യൂണിയൻ്റെയും അല്ലെങ്കിൽ യു എസിൻ്റെയും നിലപാടുകൾ എന്തൊക്കെയായിരുന്നു, അതിൽ ഉണ്ടാകുന്ന സിമിലാരിറ്റീസ് എന്താണ്, ഇന്ത്യയുടെ സ്റ്റാൻഡ് എങ്ങനെയായിരുന്നു, അതിൻ്റെ ആ ഒരു ബൈ ഹിസ്റ്റോറിക്കൽ പീരീഡ് ഇന്ത്യ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സ്റ്റാൻഡ് അറിയിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ താലിബാൻ പ്രോ ആയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, ഇന്ത്യ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു പരിശോധനയാണ് ഈ ആർട്ടിക്കിളിലൂടെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടുള്ള പോയിൻറ്റ്സിലേക്ക് പോകുന്നതിന് മുമ്പ് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ചരിത്രം അറിയുന്നത് വളരെ നന്നായിരിക്കും. എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കുന്നത് വളരെ നന്നായിരിക്കും, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഹിസ്റ്റോറിക്കലായിട്ട് അവിടെ എന്താണ് അഫ്ഗാനിസ്ഥാനിൽ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ എന്ത് മാറ്റമാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഫോർമേഷനിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ബൈലാറ്ററൽ റിലേഷൻസ് നോക്കുവാണെങ്കിൽ ഇന്ത്യ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അഫ്ഗാനിസ്ഥാനുമായിട്ട് പുലർത്തുന്നുണ്ട് അല്ലെ. വളരെ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ലൈക്ക് പാകിസ്ഥാൻ പോലെയുള്ള ഇസ്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. ഇസ്ലാം ഫണ്ടമെൻ്റലിസം എക്സിസ്റ്റ് ചെയ്യുന്നൊരു രാജ്യമാണ്. പല കാര്യങ്ങളിലും നമുക്ക് ഐഡിയോളജി ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, കാലാകാലങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ബൈലാറ്ററൽ റിലേഷൻസിലെല്ലാം അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് അവിടെ എടുക്കുന്ന ചില ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് അഫ്ഗാനിസ്ഥാൻ റിലേഷൻഷിപ്പിൽ എടുക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പം അത് ഈ ഒരു ലേഖനത്തിൽ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ശരിക്കും ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽ തുടങ്ങുന്നതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ നോർത്ത് വെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഏരിയയിലായിരുന്നു അല്ലെ. ബലൂചിസ്ഥാൻ പോലെയുള്ള ഏരിയ കഴിഞ്ഞിട്ട് അഫ്ഗാനിസ്ഥാൻ ഏരിയയിലേക്കാണ് ഓവർലാപ്പ് ചെയ്ത് കിടന്നിരുന്നത്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ മുതൽക്ക് തന്നെ അത്തരത്തിലുള്ള ഒരു കൾച്ചറൽ യൂണിഫോമിറ്റി അവകാശപ്പെടാൻ പറ്റുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും. പിന്നീട് ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷമുള്ള നമ്മളുടെ ഒരു അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ചെയ്യുമ്പോൾ സെലൂസിഡ് എംപയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു എംപയർ നമുക്കറിയാൻ സാധിക്കും. സെലൂസിഡ് എംപയർ എന്ന് പറയുന്നത് 312 BC മുതൽ 63 BC വരെ നിലനിന്നിരുന്നൊരു എംപയറാണ്. അതിൽ സെലൂക്കസ് ഫസ്റ്റ് നിഖാറ്റർ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു കിങ്ങിൻ്റെ ഒരു ഡിവിഷൻ ഓഫ് എംപയർ ആയിരുന്നു പിന്നീട് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് മാഗ്ഡോണിയൻ എംപയർ, അലക്സാണ്ടർ ദ ഗ്രേറ്റ് സ്ഥാപിച്ചിട്ടുള്ള മാഗ്ഡോണിയൻ എംപയറിൻ്റെ ഒരു ഡിവിഷൻ ആയിരുന്നു സെലൂസിഡ് എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സെലൂക്കസ് ഫസ്റ്റ് നിക്കാഠാറാണ് അതിൻ്റെ ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പം ബാബിലോണിയൻ റീജിയനിലെ മെസപ്പൊട്ടേമിയൻ റീജിയനിലെ ബാബിലോണിയനിലായിരുന്നു ഒരു സെലൂസിഡ് എംപയർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം അത് നോർത്ത് ഈസ്റ്റ് ടെറിട്ടറീസ് ഇൻവേഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇൻവേഡ് ചെയ്ത ഒരു ഏരിയയിൽ വരുന്നതായിരുന്നു കുവൈറ്റ്, അഫ്ഗാനിസ്ഥാൻ, പിന്നെ അതേപോലെ തന്നെ തുർക്ക്മെനിസ്ഥാൻ്റെ കുറച്ച് ഏരിയാസും. അപ്പോൾ സെലൂസിഡ് എംപയറിൻ്റെ ശേഷം ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം അഫ്ഗാനിസ്ഥാൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് സെലൂസിഡ് എംപയറാണ്. അതിനുശേഷം നമ്മൾ പിന്നീട് കാണുന്ന മൗര്യൻ എംപയറാണ്. ഏകദേശം 305 BC ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ്റെ മൗര്യൻ എംപയറിൻ്റെ നമുക്കറിയാം ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കുഷ് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലേക്കുള്ള ഭാഗങ്ങളെല്ലാം മൗര്യൻ എംപയറിൻ്റെ ഒരു അധികാര പരിധിയിലായിട്ടേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്ത് ബുദ്ധിസം മൗര്യൻ എംപയറിൻ്റെ ഒരു അധികാരത്തിലായിരുന്നു. അപ്പോൾ ബുദ്ധിസം അവിടെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവിടെ ബുദ്ധിസത്തിൻ്റെ എലമെൻറ്റ് അഫ്ഗാനിസ്ഥാനിൽ വരുന്നതിൻ്റെ കാരണം അതാണ് മൗര്യൻ ബ്രോഡ് ബുദ്ധിസം ദയ. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗത്ത് ഏരിയ ഹിന്ദുക്കുഷ് എന്ന് പറയുന്നൊരു ഏരിയൻ്റെ സൗത്ത് ഏരിയാസ് എന്ന് പറയുന്നത് മൗര്യൻ എംപയറിൻ്റെ കൺട്രോളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ 10th to mid 10th സെഞ്ച്വറി മുതൽ ഒരു 18th സെഞ്ച്വറി വരെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരുപാട് ഇൻവേർഡേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഗൾസ് ആണെങ്കിലും അതേപോലെ ഇൻവേഷൻ ഫ്രം അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് മുഗൾസ് പോലെയുള്ള ഈ ഡെറൻസ് പോലുള്ള അല്ലെങ്കിൽ ഗാസ്നവാസ് പോലെയുള്ള ആൾക്കാർ അല്ലെ, ആ ഒരു വംശത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇൻവേഷൻസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നിട്ടുള്ള റൂളേഴ്സിൻ്റെ ഒരുപാട് ഇൻവേഷൻസ് ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അപ്പം പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഓൾവേസ് ഇന്ത്യ ഈസ് കീൻലി ഇൻട്രസ്റ്റഡ് ഇൻ കൾട്ടിവേറ്റിംഗ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട്ണർഷിപ്പ് വിത്ത് അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അപ്പോൾ ഇതിന് ശേഷമുള്ള ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ 1973 വരെ കിങ് റൂളായിരുന്നു. സഹീർ ഷായാണ് ലാസ്റ്റ് റൂൾ ഓഫ് കിങ് അഫ്ഗാനിസ്ഥാനിൽ വരുന്നത് 1973 വരെ. അതിനുശേഷം 1973 മുഹമ്മദ് ദൗദ് ഖാൻ എന്ന് പറഞ്ഞൊരു ലീഡറിൻ്റെ നേതൃത്വത്തിൽ ഒരു അട്ടിമറി ഉണ്ടാവുകയും അഫ്ഗാനിസ്ഥാനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ റിപ്പബ്ലിക്കിന് എതിരെയായിട്ട് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ അവിടെ ഉണ്ടാകുന്നു. അതിനെതിരെയായിട്ട് ഒരു റെവല്യൂഷൻ ഉണ്ടാവുകയാണ്. കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ സോർ റെവല്യൂഷൻ ഇൻ 1978 വരികയാണ്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റിക് അലയായിട്ടുള്ള ഗവൺമെൻറ് അവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു റോളിലേക്ക് റഷ്യ വരികയാണ്. റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നൊരവസ്ഥയാണ്. അതിനുശേഷം 1978 കമ്മ്യൂണിസ്റ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ സോർ റെവല്യൂഷൻ വരികയാണ്. ഒരു കമ്മ്യൂണിസ്റ്റിക് അലൈ ഗവൺമെൻറ്റിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു USSRൻ്റെ ആ ഒരു ഏരിയയിലെ ലക്ഷ്യം. അങ്ങനെ 1978 മുതൽ ആ ഒരു ഏരിയയിൽ USSRൻ്റെ ഒരു കടന്നുകയറ്റം മീൻസ് ഒരു ഇടപെടൽ നമുക്ക് ഒരു സോവിയറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ആർമിയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാനെതിരെയായിട്ട് മുഹമ്മദ് ദൗദ് ഖാനൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാനെതിരെയായിട്ട് വന്നത്. ഒരു കമ്മ്യൂണിസ്റ്റിക് റെവല്യൂഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ USSR ഇൻ്റർവെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാനായിട്ട് 1987 റീനെയിം ചെയ്യുന്നു. 1978 മുതൽ 1992 വരെ അതിന് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ ആയിട്ട് അവിടെ സോഷ്യലിസ്റ്റ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ റൂൾ ചെയ്തിരുന്നത്. അപ്പോൾ 1979 ഇൻ്റർവെൻഷൻ ഓഫ് ദ USSR വരുന്ന സമയത്ത് നമുക്കറിയാം ഒരു കോൾഡ് വാറിൻ്റെ സിറ്റുവേഷനാണ്. ഇതേ ഒരു കാലഘട്ടത്തിലാണ് ഇറാനിയൻ റെവല്യൂഷന് ശേഷം ഇറാൻ ഒരു USൻ്റെ പിടിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇറാൻ സ്വതന്ത്രമാകുന്നു. USൻ്റെ ഒരു ഫോഴ്സിൽ നിന്നും അത് പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് USഉം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ US പാകിസ്ഥാൻ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അഫ്ഗാനിസ്ഥാൻ ഏരിയയിലേക്ക് വരികയാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ USSRുമായിട്ടുള്ള ഒരു പ്രോബ്ലംസ് ആണല്ലേ, കോൾഡ് വാർ സിറ്റുവേഷൻ തന്നെയാണ് USനെ ആ ഒരു ഏരിയയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ US പാകിസ്ഥാൻ ഇൻട്രസ്റ്റ് ഒരു വളരെ യൂണിയനായിട്ട് അവിടേക്ക് വരികയാണ്. അങ്ങനെ ഈ ഒരു റിപ്പബ്ലിക് അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിൽ നിന്നും മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനി സപ്പോർട്ട് ചെയ്തിട്ടൊരു അലയൻസ്, പാകിസ്ഥാനിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുന്ന മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അതൊരു 7 അഫ്ഗാൻ മുജാഹിദീൻ പാർട്ടീസാണ്. അവിടെ ഒരു കോമ്പിനേഷനാണ്. അത് സോവിയറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാൻ ഫോഴ്സസ് ഇതിന് എതിരെയായിട്ട് അതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒരു മുജാഹിദീൻ പാർട്ടീനെ ബേസ് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ അത് സോവിയറ്റ് അഫ്ഗാൻ വാർ നടക്കുകയും അതിൽ സോവിയറ്റ് അഫ്ഗാൻ വാറിൽ മുജാഹിദീൻ എന്ന് പറയുന്നത് ആ ഒരു അലയൻസിനെ മുജാഹിദീൻ പാകിസ്ഥാൻ USൻ്റെ ഒരു അലയൻസ് വരികയും അതിൻ്റെ ഫലമായിട്ട് സോവിയറ്റ് എന്ന് പറയുന്നത് അവിടെ നിന്ന് 1987 ആകുമ്പോഴേക്കും സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR എന്ന് പറയുന്നത് അവിടെ ഒരു ചിത്രത്തിൽ നിന്ന് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. 1979 USSR ഒരു കമ്മ്യൂണിസ്റ്റിക് റെവല്യൂഷനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇൻ്റർവെയിൻ ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് 1987 ആകുമ്പോഴേക്കും റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാനായിട്ട് റീനെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ 1978 മുതൽ 1992 വരെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ PDP ആണ് അഫ്ഗാനിസ്ഥാനിൽ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. സോഷ്യലിസ്റ്റ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു. പിന്നീട് 1979 ആ ഒരു കാലഘട്ടത്തിൽ USSR ഇൻ്റർവെയിൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിനുശേഷം പാരലി തന്നെ ഇറാനിയൻ റെവല്യൂഷൻ നടക്കുകയാണ്. ഇറാൻ്റെ മുകളിലുണ്ടായിരുന്ന US അധികാരം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ഇറാൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റായിട്ട് മാറുന്നു. US അതിനെതിരെയുള്ള കൺട്രോൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ USൻ്റെയും പാകിസ്ഥാൻ്റെയും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അഫ്ഗാനിസ്ഥാൻ ഏരിയയിലേക്ക് മാറുകയാണ്. അപ്പോൾ അത് കോൾഡ് വാറും അല്ലെങ്കിൽ USSRും US തമ്മിലുണ്ടായിരുന്ന ഒരു കോൾഡ് വാറിൻ്റെ സിറ്റുവേഷനും ഇതിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു അലയൻസ്, അതായത് ഒരു അഫ്ഗാൻ മുജാഹിദീൻ പാർട്ടീസിൻ്റെ 7 അഫ്ഗാൻ മുജാഹിദീൻ പാർട്ടീസിൻ്റെ ഒരു അലയൻസ് ആയിട്ടുള്ള മുജാഹിദീൻ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിന് സോവിയറ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള സോവിയറ്റിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാൻ ഫോഴ്സസിന് എതിരെയായിട്ട് സോവിയറ്റ് അഫ്ഗാൻ വാറിൽ മുജാഹിദീനെ പാകിസ്ഥാനും US സപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ പാകിസ്ഥാനും US സപ്പോർട്ട് ചെയ്യുന്ന മുജാഹിദീൻ എന്ന് പറയുന്നത് ഒരു വാറിന് ശേഷം അധികാരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നജീബുള്ളാൻ്റെ ലീഡർഷിപ്പുള്ള നജീബുള്ള പ്രസിഡൻ്റായിട്ട് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്ന മുജാഹിദീൻ്റെ. അപ്പോൾ സോവിയറ്റ് ബാക്ക്ഡ് ആയിട്ടുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനെ റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാനെ സൗത്ത് ഏഷ്യയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഏകൊരു രാജ്യം ഇന്ത്യ ആയിരുന്നു. അംഗീകരിച്ചിട്ടുള്ള ഏകരാജ്യം ഇന്ത്യയായിരുന്നു. അപ്പോൾ ഇന്ത്യ അതിനുശേഷം മുജാഹിദീനെ ബേസ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റിനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നജീബുള്ള എന്ന് പറഞ്ഞിട്ട് ഉള്ള ആൾ കുറച്ചും കൂടി റാഡിക്കൽ ഇസ്ലാമിസം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അതെന്ന് പറയുന്നത് US ഇൻട്രസ്റ്റിനെതിരായിട്ട് വന്നു. അതേപോലെ തന്നെ മുജാഹിദീൻ ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നജീബുള്ള ഗവൺമെൻറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ചില ഇൻറ്റേർണൽ പോളിസീസൊക്കെ കാരണം പാകിസ്ഥാൻ്റെ US ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് തുടർന്നുകൊണ്ട് പോകാനായിട്ട് മുജാഹിദീൻ ഒരു ഗവൺമെൻറ്റിന് പറ്റാതെ വരുന്നുണ്ട്. മുജാഹിദീൻ ഗവൺമെൻറ്റിന് പറ്റാണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടാണ്ട് നജീബുള്ള എന്ന് പറയുന്ന പ്രസിഡൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കം ദ പ്രോ ഇന്ത്യ. അതും പാകിസ്ഥാനെ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആക്കുകയാണ് ചെയ്തത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് പുതിയൊരു മൂവ്മെൻ്റ് അവിടേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു US പാകിസ്ഥാനാണെങ്കിലും. അപ്പോൾ അവിടെയാണ് താലിബാൻ റേസ് ചെയ്യുന്നത്. താലിബാൻ മീൻസ് സ്റ്റുഡൻസ് എന്നാണ്. അപ്പോൾ അവർ ശരിക്കും റെഫ്യൂജീസ് ആയിരുന്നു. അഫ്ഗാൻ സിവിൽ വാറിൽ റെഫ്യൂജീസ് ആയിട്ട് വരുന്ന താലിബാൻസ് അവർ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ ഓഫ് ദ പാകിസ്ഥാനിലാണ് അവർ അഭയം നേടുന്നത്. അത് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ അവർ മദ്രസയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് വഹബിസം അല്ലെങ്കിൽ സലഫിസം എന്ന് പറയുന്ന ഒരു പ്യൂരിറ്റൻ മൂവ്മെൻറ്റ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ശരിയത്ത് റൂൾ നടപ്പിലാക്കാൻ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മിഷനുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിരുന്നു താലിബാൻ എന്ന് പറയുന്നത്. അപ്പോൾ താലിബാനെ പാകിസ്ഥാനാണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും UAE ആണെങ്കിലും ആ സമയത്ത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ പല ഇൻട്രസ്റ്റുകൾക്കും താലിബാൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും എതിരായിട്ട് വന്നു. ഉദാഹരണം ബാമിയാൻ ബുദ്ധ മൊണ്യൂമെൻറ്റ്സ് താലിബാൻ തകർക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ. അപ്പം അത് ഇന്ത്യൻ്റെ ഇൻട്രസ്റ്റിനെതിരായിട്ടായിരുന്നു. അതേപോലെ ഇന്ത്യൻ എയർലൈൻസ് ഫ്ലൈറ്റ് 814 ഒരു തവണ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് 1990 കാണ്ഡഹാറിൽ അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ട്. അപ്പം താലിബാനാണ് ആ ഒരു സപ്പോർട്ട് കൊടുത്തത് എന്നുള്ള കാര്യം ഇന്ത്യക്ക് ഒരു ഇൻട്രസ്റ്റിനെതിരായിട്ടായിരുന്നു. അപ്പം അങ്ങനെ ആൻറ്റി താലിബാൻ നോർത്തേൺ അലയൻസിൻ്റെ ഒരു വൺ ഓഫ് ദ കീ സപ്പോർട്ടേഴ്സായിട്ട് ഇന്ത്യ മാറുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ്റെ ഫോറിൻ പോളിസി നമ്മൾ നോക്കുവാണെങ്കിൽ വി ആർ എഗെയിൻസ്റ്റ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആയിട്ടുള്ള ഒരു എനിമിറ്റി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും വി ആർ എഗെയിൻസ്റ്റ് ദ ടെററിസം അല്ലെങ്കിൽ ടെററിസം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ഐഡിയോളജി കഴിയാറില്ല. അത് ഈസ് യൂഷ്വലി റിഫ്ലക്റ്റ് ഓൺ ദ താലിബാനെതിരായിട്ടാണ് എപ്പോഴും ഇന്ത്യ നീങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇതിന് ശേഷം ഇത് USSR 1987 അവിടെ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ തന്നെ ഒരു വീൽ ഓഫ് ഹിസ്റ്ററി വീണ്ടും ടേൺ ചെയ്ത് വന്നിരിക്കുന്നതായിട്ടാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. അതായത് ഇപ്പോൾ US ആണ് അവിടെ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പോകുന്നത്. ഒരു 16 ഇയേഴ്സിൻ്റെ ഒരു മിലിറ്ററി സർജിന് ശേഷം
താലിബാൻ ഒരു ഇൻസർജൻസി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ പാകിസ്ഥാൻ്റെ സപ്പോർട്ടോടു കൂടി അവിടെ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ പോവുകയാണ്. 1986 മുതൽ 1988 വരെ ഗർബച്ചോവിൻ്റെ ഒരു ഗവൺമെൻറ് സോവിയറ്റിലേക്ക് വരുമ്പോഴേക്കും അവർ അഫ്ഗാനിസ്ഥാനിൽ ഒരു ഇൻക്ലൂസീവ് ഗവൺമെൻറ് കൊണ്ടുവരണം എന്നുള്ളത് ആഗ്രഹിച്ചതാണ്. പക്ഷേ 1986 നജീബുള്ള വരുന്നത്, അത് നജീബുള്ളേൻ്റെ മുജാഹുദ്ദീൻ ഗവൺമെൻറ് എന്ന് പറയുന്നത് ദേ ഗോട്ട് ദ സപ്പോർട്ട് ഫ്രം പാകിസ്ഥാൻ ആൻഡ് US. അതുകൊണ്ടാണ് അതിൽ നിന്നും സോവിയറ്റ് ഇൻക്ലൂസീവ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഐഡിയ നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സോവിയറ്റ്സ് പുറത്തേക്ക് പോകുന്ന ഒരു കാര്യം അന്ന് ഉണ്ടായത്. അപ്പോൾ രാജീവ് ഗാന്ധി ആ സമയത്ത് ഉണ്ടായിരുന്നു, നമ്മളുടെ രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധിൻ്റെ ഒരു സമയത്ത് ഒരു ഗവൺമെൻറ് ആണെങ്കിൽ പോലും ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനെയാണ് അഡ്വക്കേറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് കിങ് സാഹിർ ഷാ അല്ലെ, റോമിൽ ജീവിച്ചിരുന്ന കിങ് സാഹിർ ഷായൊക്കെ കണ്ടിട്ട് ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഇനിഷ്യേറ്റീവൊക്കെ അഫ്ഗാനിസ്ഥാന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഇത് US-നെയും പാകിസ്ഥാനെ അന്ന് ചൊടിപ്പിക്കുകയും ഒരു നോൺ ഓപ്പറേഷണൽ പൊസിഷനാണ് ഇന്ത്യയിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ എന്നാൽ സോവിയറ്റ്സിനെ പോലെ ഒരു ഒരു എന്താ ഒരു ആക്റ്റീവ് ഒരു ഇതിലേക്ക് അല്ലെങ്കിൽ ഇടപെടാനായിട്ട് ഇന്ത്യ തുടങ്ങുമ്പോഴേക്കും പാകിസ്ഥാനാണെങ്കിലും US-നാണെങ്കിലും ഇന്ത്യയെ കൊടുക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ ഒരു ഇൻക്ലൂസീവ് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അത്ര അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം നജീബുള്ളേൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ നജീബുള്ളേൻ്റെ ഒരു ഗവൺമെൻറ് വരുമ്പോഴും ഇന്ത്യ ഒരു ഫുള്ളി സപ്പോർട്ട് നജീബുള്ളയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം 1989 അഫ്ഗാനിസ്ഥാൻ നിന്നും സോവിയറ്റ് യൂണിയനും ലീവ് ചെയ്യുന്നൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ താലിബാൻ്റെ പാകിസ്ഥാൻ അല്ലെങ്കിൽ US ഒക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് കൂടി താലിബാൻ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ ഗവൺമെൻറ് ഫോർമേഷൻ എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്ത്യ ഇവിടെ നേരിടുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് താലിബാനുമായിട്ടുള്ള ഒരു ഓപ്പൺ കോണ്ടാക്ട് താലിബാനായിട്ടുള്ള ഒരു ഓപ്പൺ കോണ്ടാക്ട് ഇന്ത്യക്ക് ഇല്ലാത്തത് തന്നെ ഒരു ബിക്കേം ദ ഗ്രേറ്റ് ഡിസഡ്വാൻറ്റേജസ്. USSR പോലെ ചൈന പോലെയുള്ള US പോലെയുള്ള രാജ്യങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ താലിബാനുമായിട്ടുള്ളൊരു ഡിസ്കഷനിലേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കോ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് ഇന്ത്യക്കൊരു ഗ്രേറ്റ് ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും. ഇങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബൈലാറ്ററൽ റിലേഷൻഷിപ്പിൽ ഇത് ഒരു തരത്തിൽ ഒരു ഗ്രേറ്റ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇത് ഇന്ത്യ എന്ന് പറയുന്നത് താലിബാൻ്റെ ഈ ഒരു എക്സ്പാൻഷൻ ഓഫ് പവറിൽ ഒരു ടോക്കിനോ അല്ലെങ്കിൽ ഒരു മീഡിയേഷനോ ഇന്ത്യ അതിനകത്ത് പങ്കെടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഇറ്റ് വിൽ ബിക്കേം ദ ഗ്രേറ്റ് ഡിസഡ്വാൻറ്റേജസ് എന്നാണ് ഈ ഒരു ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ, റീവിസിറ്റ് ദ ഐഡിയ ഓഫ് ഫേജിങ് ഔട്ട് ഇന്ത്യസ് കോൾ പ്ലാന്റ്സ് എന്നതാണ്. അപ്പോൾ യൂണിയൻ ബഡ്ജറ്റ് അഡ്രസ്സിൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇത് ഓൾഡായിട്ടുള്ള കോൾ പവർ പ്ലാന്റ്സ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. അതായത് ഒരു കാർബൺ എമിഷൻ്റെ ഒരു മേജർ കോൺട്രിബ്യൂട്ടേഴ്സായിട്ട് കരുതുന്നത് വളരെ ഓൾഡായിട്ടുള്ള കോൾ പവർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ടു അച്ചീവ് ദ ഇന്ത്യസ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഏജിങ് ഔട്ട് ഓഫ് ഇന്ത്യസ് കോൾ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വളരെ ഓൾഡായിട്ടുള്ള കോൾ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബജറ്റ് സ്പീച്ചിൽ. ഓൾഡ് കോൾ പവർ പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴേക്കും അതൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. ഇന്ത്യസ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷന് അച്ചീവ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണത് കരുതുന്നത്. എത്തോളം നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് ആണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ വളരെ ഹെൽത്തി ആൻഡ് സസ്റ്റൈനബിൾ വേ ഓഫ് ലിവിങ് എന്ന് പറയുന്നത് അത് പ്രൊപ്പഗേറ്റ് ചെയ്യുക, ട്രഡീഷനെ അല്ലെങ്കിൽ വാല്യൂ ഓഫ് കൺസർവേഷൻ, മോഡറേഷൻ ഇവയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ആൻഡ് സസ്റ്റൈനബിൾ വേ ഓഫ് ലിവിങ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിറ്റർമിനൻസ് ആണ്. അതേപോലെ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എക്കോണമിക് ഡെവലപ്മെൻ്റ് ആയിരിക്കണം വേണ്ടതെന്നുള്ളത്. ടു അഡോപ്റ്റ് ദ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആൻഡ് ക്ലീനർ പാത്ത് ദാൻ
one followed hitherto by others at corresponding level of economic development. എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ പാരലായിട്ട് തന്നെ വി ഹാവ് ടു അഡോപ്റ്റ് എ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആൻഡ് ക്ലീനർ പാത്ത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി ജി ഡി പി ബൈ പെർസെൻറ്റേജ് ഓഫ് ജി ഡി പി പറയുകയാണെങ്കിൽ 2005 നമ്മളിത് NDC എന്ന് പറയുന്നത്, നാഷണൽ ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 30 മുതൽ 35% വരെയുള്ള GDP എമിഷൻസിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ബൈ ദ GDP ടൈംസിൽ പറയുകയാണെങ്കിൽ 33 to 35% എമിഷൻ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്നുള്ളത് ഒരു ഗോളാണ്. ഇലക്ട്രിക് പവർ 40% ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് നോൺ ഫോസിൽ ഫ്യൂവൽ ബേസിൽ നിന്നുണ്ടാകും 2030 ആകുമ്പോഴേക്കും. നോൺ ഫോസിൽ ഫ്യൂവൽ ബേസിൽ നിന്നുള്ള 2030 ആകുമ്പോഴേക്കും 40% ഇലക്ട്രിക് പവർ ജനറേഷൻ അവിടെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ അഡീഷണൽ കാർബൺ സിങ്ക് അല്ലേ, കാർബണിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർബൺ സിങ്കിൻ്റെ അഡീഷൻ 2.5 to 3 ബില്യൺ ടൺസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വലൻറ്റിനെ കാർബൺ സിങ്കിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ബൈ ദ ഫോറസ്റ്റ് ആൻഡ് ട്രീ കവർ ബൈ ദ 2030. ഇനി ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിൽ ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുള്ള കാര്യം. അതിപ്പോൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ലൈക്ക് അഗ്രികൾച്ചർ ആണെങ്കിലും വാട്ടർ റിസോഴ്സസ്, ഹിമാലയൻ റീജിയൺ, കോസ്റ്റൽ റീജിയൺ, ഹെൽത്ത് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഈ ഒരു ഏരിയയിലൊക്കെ ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും ഇന്ത്യ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യമുണ്ട്. അതേപോലെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നുള്ള അഡീഷണൽ ഫണ്ട്, അതേപോലെ നമ്മളുടേതായിട്ടുള്ള ഡൊമസ്റ്റിക് ഫണ്ടും ഒക്കെ മൊബിലൈസ് ചെയ്തിട്ടായിരിക്കും ഒരു റിസോഴ്സ് ഗ്യാപ്പിൻ്റെ, നമുക്ക് റിസോഴ്സ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം അവരുടേതായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് വളരെ ഈ നോൺ റിന്യൂവബിൾ സോഴ്സ് ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ നോൺ ഫോസിൽ ഫ്യൂവലിൻ്റെ ഒരു പവർ റിസോഴ്സസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി എക്സ്പെൻസാണ് അത്തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫണ്ടും അതേപോലെ ഇൻ്റർനാഷണലി കിട്ടുന്ന അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് കിട്ടുന്ന അഡീഷണൽ ഫണ്ട് ഉപയോഗിച്ചിട്ട് അത്തരത്തിലുള്ള റിസോഴ്സ് ഗ്യാപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നടക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമിലേക്ക് കടക്കും എന്നുള്ളത് നമ്മളുടെ ഒരു ഗോളാണ്. ഇനി അതേപോലെ ഈ ഒരു മേഖലയിൽ വേണ്ടുന്ന ക്ലൈമറ്റ് ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള തരത്തിലുള്ള ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെയുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ പുതിയ ഫ്യൂച്ചർ ടെക്നോളജീസ്, ഇപ്പം നാനോ ടെക്നോളജി പോലെയുള്ള, ഗ്രീൻ ടെക്നോളജി പോലെയുള്ള അല്ല ഗ്രീൻ കെമിക്കൽ ടെക്നോളജിയൊക്കെ പോലെയുള്ള പരിസ്ഥിതിക്ക് കോട്ടം സംഭവിക്കാത്ത തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ശ്രദ്ധ കൊണ്ടുവരും എന്നുള്ളതൊക്കെ നമ്മളുടെ ഗോൾസിൽ ചിലതാണ്. ഈ ഒരു ഐഡിയയെ ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാനായിട്ടുള്ള ഐഡിയ ഒന്ന് റീവിസിറ്റ് ചെയ്യുകയാണ്. നമുക്കൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് എക്കണോമി അല്ല ഇന്ത്യൻ്റേത്. അപ്പോൾ അതൊന്നുകൂടി റീവിസിറ്റ് ചെയ്യണം ഈ പോളിസി എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ അഡ്വക്കേറ്റ് ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ 25 ഇയേഴ്സിൽ കൂടുതലായിട്ടുള്ള ഇത് ഷട്ട് ഡൗൺ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളുടെ ഒരു എമിഷനിൽ ആ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടും, കോൾ യൂസേജ് കുറയും, അങ്ങനെ കോസ്റ്റ് സേവിങ്സ് നമുക്കുണ്ടാവാൻ വളരെ വളരെ ആവശ്യമായിട്ടുള്ളൊരു പ്രോഗ്രാം തന്നെയാണിത്. ഇനി ചില ഓൾഡ് പ്ലാൻസ്, നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന ചില ഓൾഡ് പ്ലാൻസ് എന്ന് പറയുന്നത്, അതിൽ ഒരു എൻവയോൺമെൻറ്റ് മിനിസ്ട്രി പറയുന്ന ഒരു എമിഷൻ സ്റ്റാൻഡേർഡൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ, അതിനകത്ത് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ കുറച്ച് മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ, മെക്കാനിക്സിൽ കുറച്ച് മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ, ഇതിൽ കൂടുതൽ ഒരു പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ് എമിഷൻ എൻവയോൺമെൻറ്റൽ മിനിസ്ട്രി പറയുന്ന എമിഷൻ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ് ഓൾഡ് പ്ലാനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി 25 ഇയേഴ്സിന് മുമ്പുള്ള അല്ലെങ്കിൽ 25 ഇയേഴ്സിന് മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ്ഡുള്ള ഈ പ്ലാന്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നിലവിലുള്ള ഇന്ത്യയുടെ പവർ സപ്ലൈയിൽ ഏകദേശം 20% ഷെയർ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൽ നിന്നാണ് വരുന്നത്. അപ്പം അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ റിഹാന്ത്, സിംഗ്രൗളി, ഇപ്പോൾ ഉത്തർപ്രദേശിലുള്ള വിന്ധ്യാചൽ, മധ്യപ്രദേശിലുള്ള ഈ ഒരു പ്ലാന്റ്സൊക്കെ ഏകദേശം 30 വർഷത്തിന് മുകളിൽ അവർക്ക്
പ്രായമുണ്ട് എങ്കിൽ പോലും അത് ഉണ്ടാകുന്ന ജനറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ 1.7 രൂപ പെർ കിലോ വട്ടവർ എന്ന് പറയുന്നതാണ് ഒരു നാഷണൽ ആവറേജിൽ നിന്ന് വളരെ ലോ കോസ്റ്റ് ആയിട്ടാണ് അവിടെ നമുക്ക് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഏകദേശം 20% ഓഫ് ടോട്ടൽ ഇൻസ്റ്റോൾഡ് തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 ഇയേഴ്സ് ഓൾഡ് തന്നെയുള്ള പ്ലാന്റ്സ് ആണ്. അതേപോലെ തന്നെ ചില ഓൾഡ് പ്ലാന്റ്സിലാണെങ്കിൽ ഇത് ജനറേറ്റ് ചെയ്യുന്നതിന് നാഷണൽ ആവറേജിനെക്കാട്ടി വളരെ കുറഞ്ഞ കോസ്റ്റിലാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് റീവിസിറ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഓൾഡ് പ്ലാന്റ് എല്ലാം നോക്കുകയാണെങ്കിൽ ദർ ഇസ് എ ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് റേദർ ദാൻ ദ എഫിഷ്യൻസി. അവരുടെ എഫിഷ്യൻസിയെക്കാട്ടിലുപരി ആ ഒരു കോളിൻ്റെ സോഴ്സിനടുത്ത് തന്നെയാണ് ഈ പ്ലാന്റ്സുകളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ എക്കോണമിക്കലി ചിലതൊക്കെ വളരെ വയബിളാണ് അല്ലേ, വയബിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് എക്യുപ്മെൻറ്റ് ഇൻസ്റ്റലേഷൻ വരുമ്പോഴേക്കും പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ് വരുമ്പോഴേക്കും ഓൾറെഡി ഇഷ്യൂഡ് ഒരു 25 വർഷം മുമ്പുള്ള ഉണ്ടായിരുന്ന പ്ലാന്റ്സിലൊക്കെ പുതിയതായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ എക്യുപ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടുള്ള ടെൻഡറൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ കോസ്റ്റ് ചിലപ്പോൾ വലുതായിരിക്കും. അത് പുതിയത് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി എന്നുള്ളതാണ്, കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എക്കണോമിക് ആയിട്ടുള്ളതെന്നുള്ള കണ്ടെത്തലാണ് ഇതിനകത്തൊരു പോസിറ്റീവ് സൈഡായിട്ട് വരുന്നത്. ഇനി കൺട്രീസിൻ്റെ പവർ സെക്ടറിൽ പെട്ടെന്ന് ചില കോൾ പ്ലാന്റ്സ് പെട്ടെന്ന് റിട്ടയർ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ അത് പൂട്ടുമ്പോഴേക്കും കൺട്രീസിൻ്റെ പവർ സെക്ടറിൽ ചില പ്രശ്നങ്ങൾ വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ എക്കോണമി റിസ്ക് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഒരു പെട്ടെന്നുള്ള ഒരു അഗ്രസീവായിട്ടുള്ള റിട്ടയർമെൻറ്റ് ഓഫ് കോൾ ബേസ്ഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അനലൈസ് ഒന്നും ചെയ്യാണ്ട് ഇപ്പോൾ ഉള്ള കൂടുതൽ 20% എന്ന് പറയുന്നത് ഇന്ത്യ ഇതിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു അഗ്രസീവ് ഏർലി റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചില സ്റ്റേറ്റ്സിൽ എന്ത് ചെയ്യാം, ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് വരാം അല്ലേ. ചില സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് കോളിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് വരാം. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് ഓൺഡ് ഇൻഡസ്ട്രീസ് അല്ലെ, കോൾ ബേസ്ഡ് ആയിട്ടുള്ള ബേസ്ഡ് കപ്പാസിറ്റി ആയിട്ടുള്ള അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. ഈ ഏകദേശം 65 GW വരുന്നോളം തെർമൽ കപ്പാസിറ്റി ഏകദേശം പ്ലാനിലാണ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്ലാനിലാണ്, പൈപ്പ് ലൈൻ മോഡിലാണ്. 35 GW എന്ന് പറയുന്നത് പല സ്റ്റേജസ് ഓഫ് കൺസ്ട്രക്ഷനിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഫുൾഫിൽമെൻറ്റ് ഇല്ലാണ്ട് അല്ലെങ്കിൽ അത് എക്സ്റ്റാബ്ലിഷ് ചെയ്യാണ്ട് ഈ പവർ പ്ലാന്റ്സുകൾ പെട്ടെന്ന് അടച്ചു പൂട്ടുന്നത് അത്ര പ്രായോഗികമായിട്ടുള്ള തീരുമാനമല്ല എന്നുള്ള രീതിക്കാണ് ആർട്ടിക്കിൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ വളരെ ബ്ലണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡിസിഷൻ കുറച്ച് ചിന്തിക്കാണ്ട് എടുക്കുന്നത് ചിലപ്പോൾ കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ പ്ലാൻസിൻ്റെ ടെക്നിക്കൽ, എക്കോണമിക്, ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഭയങ്കരമായിട്ട് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ഇനി എമിഷൻ നോംസ്, അപ്പോൾ ഒരു എമിഷൻ നോംസ് എന്ന് പറയുന്നത് കണ്ടെത്താൻ പറ്റുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി എക്കോണമിക്കായിട്ട് അത് ചെയ്യാൻ പറ്റുന്ന എമിഷൻ ഇപ്പോൾ ഒരു പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ റിട്ടയർമെൻറ്റിനെ പറ്റി കുറച്ചൊന്നും കൂടി ആലോചിക്കുക എന്നുള്ള രീതിക്കാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു ലോങ് ടൈം എക്കോണമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റും കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രോഗ്രാമുമായിട്ട് മുമ്പോട്ട് പോകാൻ എന്നുള്ളൊരു സജഷൻ ഇതിലേക്ക് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. സോവറിൻ റൈറ്റ് ടു ടാക്സ് ഈസ് നോട്ട് അബ്സല്യൂട്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ ഈ ഇടയിൽ വന്നിട്ടുള്ള ചില അമെൻമെൻറ്റ് ടാക്സ് അമെൻമെൻറ്റ് ബിൽ 2021 വെളിച്ചത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ റൈറ്റ് ടു ടാക്സിൻ്റെ സോവറിനിറ്റി അബ്സല്യൂട്ട് അല്ല എന്നുള്ള രീതിക്കാണ് ഇപ്പം നടന്ന ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്. ഈ ടാക്സ് അമെൻമെൻറ്റ് ബിൽ 2021 ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വോഡഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ അമെൻമെൻറ്റ് ബില്ലൊക്കെ വരുന്നത്. അതങ്ങനെ നോക്കുമ്പോൾ 2007 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വോഡഫോൺ എന്ന് പറയുന്ന ഒരു UK ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ഹച്ചിസൺ വാംബോസ് എന്നിട്ടൊരു കമ്പനീനെ എന്ത് ചെയ്യാണ്, അവരുടെ ഷെയർസ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സമയം സെപ്റ്റംബർ 2017 ആകുമ്പോഴേക്കും IT ഡിപ്പാർട്ട്മെൻറ്റ് വോഡഫോണിന് ഒരു നോട്ടീസ് കൊടുക്കുകയാണ് ഫോർ ദ ടാക്സിന് വേണ്ടിയിട്ട് ടു ഇൻകം ടാക്സിനെ
അടയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ വോഡഫോൺ ഇൻ്റർനാഷണൽ ഹോൾഡിങ്സ് എന്ന് പറയുന്നത് അല്ലേ ഹച്ചിസൺ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ടാക്സ് എന്ന് പറയുന്നത് വിത്ത് ഹോൾഡിംഗ് ടാക്സ് എന്ന് പറയുന്നത് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അങ്ങനെ UK ഇത് ബോംബെ ഹൈക്കോർട്ടിൽ അപ്പം IT ഡിപ്പാർട്ട്മെൻറ്റ് ഒരു നോട്ടീസ് വോഡഫോണിന് അയക്കുന്നുണ്ട്. അതായത് വോഡഫോൺ ഹജിസൺ വാംബോസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി വാങ്ങിയതിന് ശേഷമുള്ള ആ ഒരു ടാക്സ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടില്ല എന്നുള്ളതാണ് നോട്ടീസ് വരുന്നത്. അപ്പം UK ഫേം പിന്നീട് ബോംബെ ഹൈക്കോർട്ടിലേക്ക് പോകുന്നു. ബോംബെ ഹൈക്കോർട്ടിൻ്റെ റൂൾ അനുസരിച്ചിട്ട് IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫേവർ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ജൂറിസ്ഡിക്കേഷൻ എന്ന് പറയുന്നത് ബോംബെ ഹൈക്കോർട്ട് ശരിവെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വോഡഫോൺ ഈ ഒരു റൂളിങ്ങിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോർട്ടിലേക്ക് പോകുന്നു. അങ്ങനെ സുപ്രീം കോർട്ട് 2012 വന്ന ജഡ്ജ്മെൻറ്റ് പ്രകാരം ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ടാക്സബിൾ അല്ല എന്നുള്ള ഒരു ജഡ്ജ്മെൻറ്റിലേക്കാണ് വരുന്നത്. ഇൻകം ടാക്സിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു നോട്ടീസ് വാലിഡ് അല്ല എന്നുള്ള കാര്യം. കമ്പനി എന്ന് പറയുന്നത് ഒരു വിത്ത് ഹോൾഡിംഗ് ടാക്സ് ഡിഡക്ഷന് റെസ്പോൺസിബിൾ അല്ല എന്നുള്ള രീതിക്കുള്ള ജഡ്ജ്മെൻറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം പ്രണവ് മുഖർജിയോട് ഇങ്ങനെ UK ചാൻസലർ ഓഫ് എക്സ്ചെക്കർ ഒബ്സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഇഷ്യൂ പ്രണവ് മുഖർജിയായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പോൾ എന്നിട്ടും അതിൽ ഇൻകം ടാക്സ് തന്നെ അടയ്ക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഗവൺമെൻറ് ഉറച്ചു നിന്നപ്പോൾ വോഡഫോൺ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ അല്ലെ ഹേഗ് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആർബിട്രേഷൻ്റെ ട്രൈബ്യൂണലിലും ആണെങ്കിൽ വോഡഫോണിന് ഫേവർ ചെയ്തിട്ടാണ് 2020 അവരുടെ ജഡ്ജ്മെൻറ്റ് വരുന്നത്. ഏകദേശം 20,000 crore കോമ്പൻസേഷൻ ഗവൺമെൻറ് നൽകണം എന്നാണ് വിധി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ടാക്സ് അമെൻമെൻറ്റ് ബില്ലിനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ ടു ഡിഡക്ട് ദ ടാക്സ് എന്ന് പറയുന്ന ഒരു സോവറിൻ പവർ ആണോ സ്റ്റേറ്റിൻ്റെത് ഫോർ ദ ഇൻ്റർനാഷണൽ ലോ ഇൻ ദ ടേംസ് ഓഫ് ഇൻ്റർനാഷണൽ ലോ എന്നുള്ള കാര്യമാണ് ഇവിടെ പരിശോധിക്കുന്നത്. അപ്പോൾ ആദ്യം ടാക്സ് ലോ അല്ലേ, ഇപ്പോൾ ജഡ്ജ്മെൻറ്റിനെതിരായിട്ട് ടാക്സ് ലോ 2012 റിട്രോസ്പെക്റ്റീവ് ടാക്സ് ലോയിലേക്ക് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് വഴി വോഡഫോൺ അല്ലെങ്കിൽ കാരിയൻ എനർജീൻ്റെ നിന്നുള്ള ലാർജ് ടാക്സ് ഡിമാൻഡ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 2012 പാർലമെൻറ്റ് ഫിനാൻസ് ആക്ട് അമെൻഡ് ചെയ്യുകയും അങ്ങനെ ഈ 1962 മുതൽ ഇങ്ങോട്ടല്ല 1962 മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഇൻ ഫോറിൻ എൻറ്റിറ്റി, ഇപ്പോൾ വോഡഫോൺ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൊണ്ടുവരുന്ന ഒരു ഫോറിൻ എൻറ്റിറ്റിയാണ്. അതിനുള്ളിൽ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഇതെല്ലാം ഇൻകം ടാക്സ് പിരിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഏർപ്പെടുത്താനായിട്ടുള്ള അധികാരം സ്റ്റേറ്റിന് നൽകിക്കൊണ്ടാണ് പാർലമെൻറ്റ് ഫിനാൻസ് ആക്ട് 2012 അമെൻഡ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിൽ അസറ്റ് ഉള്ള എല്ലാ ഫോറിൻ എൻറ്റിറ്റിയിൽ നിന്നുമുള്ള അവരുടെ ട്രാൻസ്ഫർ ഓഫ് ഷെയറിൽ നിന്ന് വരുന്ന ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ള റൂളിന് വേണ്ടിയിട്ടാണ് പാർലമെൻറ്റ് ഫിനാൻസ് ആക്ട് അമെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി വോഡഫോൺ ആയിരുന്നു ആദ്യമായിട്ട് നമ്മൾ ആ ഡീലിൽ ടാർജറ്റ് അതായിരുന്നു. പിന്നെ അതിനുശേഷം കാരിയൻ എനർജി എന്ന് പറയുന്ന ഒരു കമ്പനിയും കൂടി ഈ ഒരു ഇതിൻ്റെ ഒരു സിനാരിയോയിലേക്ക് വരുന്നുണ്ട്. ടാക്സേഷൻ ലോ അമെൻമെൻറ്റ് ബിൽ 2021 ചെയ്യുന്ന കാര്യം, ഈ ബില്ലെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻസ് ആക്ടിൽ 2012 വരുന്ന അമെൻമെൻറ്റിനെ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതായത് ഒരു ഇൻഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ദി ഇന്ത്യൻ അസറ്റ്സ് വുഡ് ബി ഓൺ ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്പെസിഫൈഡ് കണ്ടീഷൻ എന്ന് പറയുന്ന ആ ഒരു ആക്ട്, അതായത് ഒരു ഇൻഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ദി ഇന്ത്യൻ അസറ്റ്സ് വിതിൻ ദ ഇന്ത്യ എന്ന് പറയുന്നതിനകത്ത് ടാക്സ് ഏർപ്പെടുത്തണം എന്നുള്ള ആ ഒരു പ്രൊവിഷനെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത രീതിക്കാണ് ഈ ബിൽ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു പെൻഡിങ് ലിറ്റിഗേഷനെയും അല്ലേ, അതായത് ഇപ്പോൾ നിൽക്കുന്ന പെൻഡിങ് ലിറ്റിഗേഷനെ ഇപ്പോൾ വോഡഫോൺ ആണെങ്കിലും ലൈക്ക് കാരിയൻ എനർജീന് വേണ്ടിയിട്ടുള്ള പെൻഡിങ് ലിറ്റിഗേഷൻ്റെ വിഡ്രോവലിനെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഡാമേജസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില അഷുറൻസ് നൽകുന്നില്ല എന്നും ആ ഒരു ടാക്സ് അമെൻമെൻറ്റ് ബില്ലിൽ പറയുന്നുണ്ട്. അപ്പോൾ 2012 മുമ്പുള്ള എല്ലാ ടാക്സ് ഡിമാൻഡ് മെയ്ഡ് ഓൺ ട്രാൻസാക്ഷൻ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിലുണ്ടായിരുന്ന ഡിമാൻഡുകളെല്ലാം ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടോക്സ് ഓൾറെഡി ഗവൺമെൻറ്
കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീപേ ചെയ്യുന്നതുമാണ്, പക്ഷേ വിതൗട്ട് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് ടാക്സേഷൻ അമെൻമെൻറ്റ് ബില്ലിനകത്തേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൺസേൺ ടാക്സ് പേയേഴ്സ് ഗവൺമെൻറ്റിൻ്റെ എതിരായിട്ട് ഫയൽ ചെയ്തിരിക്കുന്ന എല്ലാ കേസസും ഡ്രോപ്പ് ചെയ്തിരിക്കണം. അങ്ങനെ ഡ്രോപ്പ് ചെയ്തേക്കുന്നവർ മാത്രമേ എലിജിബിൾ ആകത്തുള്ളൂ ഇത്തരത്തിലുള്ള റീപേയ്മെൻറ്റിനാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊവിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതുമാത്രമല്ല, ഒരു ഡാമേജസ് അല്ലെങ്കിൽ കോസ്റ്റിന് വേണ്ടി ഡിമാൻഡ് ചെയ്യാനും പാടില്ല എന്നതാണ് ടാക്സേഷൻ ലോ അമെൻമെൻറ്റ് ബിൽ 2021 പറയുന്ന കാര്യം. അപ്പോൾ ശരിക്കും റിട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ടാക്സ് ടെററിസമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഈ റിട്രോസ്പെക്റ്റീവ് അമെൻമെൻ്റ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള റിട്രോസ്പെക്റ്റീവായിട്ടുള്ള എഫക്റ്റ് ടാക്സേഷനിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും ഈ ടാക്സ് സെർട്ടനിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ടാക്സ് സെർട്ടനിറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലേ. ടാക്സ് എന്ന് പറയുന്നത് വളരെ സെർട്ടൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ റൂൾസൊക്കെ വളരെ സ്പെസിഫിക് ആയിരിക്കണം, സെർട്ടനിറ്റി ഉണ്ടായിരിക്കണം. ഇതിനെതിരെയായിട്ടാണ് ഈ റിട്രോസ്പെക്റ്റീവ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത് വരുന്നത്. 1962 മുതൽ ഇങ്ങോട്ടുള്ള ടാക്സേഷനകത്തെല്ലാം റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ഡാമേജ് ദി ഇന്ത്യാസ് റെപ്യൂട്ടേഷൻ ആസ് ആൻ അട്രാക്റ്റീവ് ഡെസ്റ്റിനേഷൻ അല്ലേ. ഫോറിൻ കൺട്രീസിൻ്റെ അല്ലെങ്കിൽ ഫോറിൻ എൻറ്റിറ്റി ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെതിരെയായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ റെപ്യൂട്ടേഷനെ തകർക്കുന്ന തരത്തിലുള്ളൊരു മൂവ്മെൻറ്റാണ് റിട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അതുതന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു അമെൻമെൻറ്റ് വരുമ്പോൾ ഇറ്റ് കുഡ് ഹെൽപ്പ് റീസ്റ്റോർ ദി ഇന്ത്യാസ് റെപ്യൂട്ടേഷൻ ആസ് ദ ഫെയർ ആൻഡ് പ്രെഡിക്റ്റബിൾ റിജീം അപ്പാർട്ട് ഫ്രം ഹെൽപ്പിംഗ് പുട്ട് ആൻ എൻഡ് ടു ദ ടാക്സേഷൻ. അപ്പോൾ കുറച്ചുകൂടി ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനും ഈ അമെൻമെൻറ്റിന് കഴിയും. അതായത് ഈ റിട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞ ടാക്സ് ടെററിസം ഒഴിവാക്കാൻ ഈ അമെൻമെൻറ്റ് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ വോഡഫോണിൻ്റെയും വോഡഫോണും കെയ്റിൻ എനർജി ഒരു ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ട്രിബ്യൂണൽസിലേക്ക് അവരുടെ ഒരു കേസ് കൊണ്ടുവരുന്നുണ്ട്. അതായത് വോഡഫോൺ ഇന്ത്യ UK ഒരു ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റീസിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യ നെതർലൻഡ്സ് ആണ് കെയ്റിൻ എനർജി വരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ട്രിബ്യൂണലിലേക്ക് ഈ ഒരു റിട്രോആക്റ്റീവ് അമെൻമെൻറ്റിനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു, അത് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടാണ് ISDS ഡിസിഷൻസ് വന്നത്. ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് ട്രിബ്യൂണലിൽ വന്നിട്ടുണ്ടായിരുന്ന ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെയായിരുന്നു. അതായത് ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ലോ ഒബ്ലിഗേഷൻ അല്ലേ, ഇൻ്റർനാഷണൽ ടാക്സ് ലോയ്ക്ക് എതിരെയായിട്ടാണ് ഈ ടാക്സ് അമെൻമെൻറ്റ് കൊണ്ടുവരുന്നതെന്നുള്ള രീതിക്കുള്ള ജഡ്ജ്മെൻറ്റാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെ ഒരു എറേനിയസ് ആയിട്ടുള്ള ബിലീഫ് ഉണ്ട്, അല്ലെ, അപകടകരമായിട്ടൊരു വിശ്വാസം ഉണ്ട് എന്നാണ് ആർട്ടിക്കിളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ബ്യൂറോക്രാറ്റിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സർക്കിൾക്കുള്ളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനാണെങ്കിൽ അത് അവരുടെ ഒരു സോവറിൻ മെഷറായിട്ട് കണക്കാക്കുന്നു. അതായത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരമാണ് ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ടും ഡിഡക്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം എന്നും ദേ കനോട്ട് ബി ചലഞ്ച്ഡ് ബിഫോർ ദ ISDS ട്രിബ്യൂണൽസ് അല്ലേ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ISDS ട്രിബ്യൂണൽസിന് മുമ്പിലേക്ക് ചലഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു അധികാരം അല്ലെ സോവറിനിറ്റിയെ ബാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ടാക്സേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്സിൻ്റെ ഒരു സോവറിൻ പവറാണ് അല്ലേ. പക്ഷേ ലീഗൽ സെർട്ടനിറ്റിയെ പലപ്പോഴും ഒരു ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് പ്രൊവിഷനെതിരെയായിട്ട് ഇത്തരത്തിലുള്ള ടാക്സേഷൻ വരുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഫിനാൻസ് ആക്ടിൽ വരുന്ന ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒരു റീസണബിൾ അല്ലെങ്കിൽ പ്രൊപ്പോർഷണേറ്റ് ഒരു മാനറിൽ വേണം അവിടെ ടാക്സ് ലോ അമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ആണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യ 2012 അമെൻമെൻറ്റിൽ ആർഗ്യൂ ചെയ്തൊരു കാര്യം ഫോറിൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലെ ഇൻഡയറക്റ്റ് ട്രാൻസ്ഫേഴ്സിൻ്റെ ഷെയറിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇന്ത്യൻ അസറ്റ്സിൻ്റെ ഇൻഡയറക്റ്റ് ഷെയർസിന് വേണ്ടിയിട്ട് ടാക്സ് ഹെവൻസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ചില രാജ്യങ്ങളിൽ നമുക്കറിയാം അത്തരത്തിലുള്ള രാജ്യങ്ങളിൽ ടാക്സ് ഹെവൻസ് പോലെയുള്ള രാജ്യങ്ങളിൽ ടാക്സിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഒരു ട്രിബ്യൂണൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലോക്കെതിരെയായിട്ട് അതിനെ ഒട്ടും പരിഗണിക്കാണ്ട് അമെൻമെൻറ്റുകൾ വരുമ്പോഴേക്കും ഇത് ഈ റിട്രോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇപ്പം
ഓരോ ട്രിബ്യൂണലും പറയുന്നൊരു കാര്യം റിട്രോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റിട്രോസ്പെക്റ്റീവ് ടാക്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പബ്ലിക് പോളിസി ജസ്റ്റിഫിക്കേഷൻ ലാക്ക് ചെയ്തുകൊണ്ടാകരുത് എന്നുള്ള കാര്യം. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസി എന്ന് പറയുന്നത് അത് കൂടുതലും റിട്രോ ആക്ടിവിറ്റിയിലേക്ക് പോലെ ഒരു റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അതിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ഫോറിൻ എൻറ്റിറ്റീൻ്റെ പല കാര്യങ്ങളും കൺസിഡർ ചെയ്യാണ്ട് അവരുടെ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കാതാണ് പലപ്പോഴും ടാക്സ് അമെൻമെൻറ്റ് പല രാജ്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിളിൽ അതിന് ഉദാഹരണമായിട്ട് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും ഇത്തരത്തിലുള്ള റിട്രോസ്പെക്റ്റീവ് ടാക്സേഷൻ്റെ ഫലമായിട്ട് ഫോറിൻ എൻറ്റിറ്റീസിനെ ട്രബിളിലാക്കി ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ISD ട്രിബ്യൂണൽസിൽ അത്തരത്തിൽ വന്ന കേസുകളെ പറ്റിയിട്ടും പറയുന്നുണ്ട്. അപ്പം ഏകദേശം 9 years എടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ടാക്സ് അമെൻമെൻറ്റിനെതിരെയായിട്ടൊരു ടാക്സ് അമെൻമെൻറ്റ് ബില്ല് വരാനായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലോയിൻ്റെ ബേസിസിൽ സോവറൻ റൈറ്റ് ടു ടാക്സ് ഈസ് നോട്ട് അബ്സല്യൂട്ട് എന്നുള്ള കാര്യമാണ് ആർട്ടിക്കിൾ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഇൻ്റർനാഷണൽ ലോൻ്റെ ബേസിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫോറിൻ എൻറ്റിറ്റീസിനെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്ന ടാക്സേഷൻ ലോ അമെൻഡ് ചെയ്യുമ്പോൾ അവരുടെ റൈറ്റ് ടു ടാക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോവറൻ റൈറ്റ് ടു ടാക്സ് എന്ന് അവകാശപ്പെടുന്നത് നോട്ട് അബ്സല്യൂട്ട് ഫോർ ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ ലോ ഒബ്ലിഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഒരു പ്രൊപ്പോർഷനേറ്റ് മാനറിൽ വേണം ടാക്സേഷൻ അമെൻമെൻറ്റ് നടത്തേണ്ടതെന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജസ് ആണ് ഈ ടാക്സേഷൻ അമെൻമെൻറ്റ് ബിൽ 2021 നിന്ന് ലഭിക്കുന്നതെന്നാണ് ആർട്ടിക്കിളിൽ പറയുന്നത്. അടുത്ത ന്യൂസിൽ NIA അല്ലേ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെർച്ചസ് ഹൗസസ് ഓഫ് ജമാഅത്ത് ലീഡേഴ്സ് ഇൻ 56 ലൊക്കേഷൻ ഇൻ ജമ്മു കാശ്മീർ എന്നുള്ളൊരു ന്യൂസാണ് നോക്കുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്താ നോക്കാം. അപ്പോൾ അത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്ട് 2008 ബേസിസിലാണ് വന്നിരിക്കുന്നത്. ഒരു സെൻട്രൽ ഏജൻസിയാണ് ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് പ്രോസിക്യൂട്ട് ഒഫൻസസ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഒഫൻസ് പ്രോസിക്യൂട്ട് ചെയ്യാനുമായിട്ടുള്ള ഒരു സെൻട്രൽ ഏജൻസിയാണ്. അത് ഏതൊക്കെ മേഖലകളിലുള്ള ഒഫൻസസിനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇന്ത്യൻ്റെ സോവറിനിറ്റി, സെക്യൂരിറ്റി, ഇൻറ്റഗ്രിറ്റി ഇതിനെയൊക്കെ ബാധിക്കുന്ന, സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന, ഫോറിൻ സ്റ്റേറ്റിലെ ഫ്രണ്ട്ലി റിലേഷനെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ഒഫൻസസൊക്കെ ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അതിനെതിരെയായിട്ട് വരുന്ന അല്ലെങ്കിൽ അത്രത്തോളം അങ്ങനെയുള്ള ഭീഷണികളുണ്ടാകുന്ന കേസസ്. സ്മഗ്ലിംഗ് അല്ലേ, സ്മഗ്ലിംഗ് ഹൈ ക്വാളിറ്റി കൗണ്ടർഫെയ്റ്റ് ഇന്ത്യൻ കറൻസി അല്ലെ, കള്ളപ്പണം പോലെയുള്ള കേസുകൾ അല്ലേ, സ്മഗ്ലിംഗ് കള്ളപ്പണം കടത്ത് അല്ലെങ്കിൽ കള്ളക്കടത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് NIA ഇടപെടാറുണ്ട്. അപ്പോൾ അതേപോലെ ഇൻ്റർനാഷണൽ ട്രീറ്റീസ്, എഗ്രിമെൻറ്റ്, കൺവെൻഷൻസ് അല്ലെ, യുണൈറ്റഡ് നേഷൻ്റെ കൺവെൻഷൻസ് അല്ലെങ്കിൽ അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ കൺവെൻഷനൊക്കെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ടെററിസം അല്ലെങ്കിൽ ഭീകരത കുറയ്ക്കുക എന്നുള്ളതും ഒരു ഒബ്ജക്റ്റീവാണ്. അതൊരു സെൻട്രൽ കൗണ്ടർ ടെററിസം ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻ്റായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഹൈദരാബാദ്, ഗുവാഹട്ടി, കൊച്ചി, ലക്നൗ, മുംബൈ, കൊൽക്കത്ത, റായ്പൂർ, ജമ്മു ഒക്കെ അതിൻ്റെ ബ്രാഞ്ചസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്ന അടുത്ത ആർട്ടിക്കിൾ ദ മെനി ഹഡിൽ ഫോർ ദ സ്റ്റുഡൻസ്. ഓവർസീസ് സ്റ്റുഡൻസ് ഈ കോവിഡ് സിറ്റുവേഷനിൽ നേരിടുന്ന ചില ചാലഞ്ചസ് ആണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്. ഏകദേശം 3 ചാലഞ്ചസ് ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞുകൊണ്ട് അനാലിസിസ് നിർത്താം. ഓവർസീസ് സ്റ്റുഡൻസിന് ഒരുപാട് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയും ചൈനയും അല്ലേ, സ്റ്റുഡൻറ്റ് ഫ്രം ഇന്ത്യ ആൻഡ് ചൈനയാണ് ഏകദേശം 47% US-ലുണ്ടാവുന്ന ഫോറിൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതേപോലെ UK-യിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇന്ത്യൻ സ്റ്റുഡൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ഇന്ത്യ ചൈന ഒരു ഏരിയ ബെൽറ്റിൽ നിന്ന് ചെല്ലുന്നത് കൊണ്ട് തന്നെ ഈ സ്റ്റുഡൻസിന് ഒരുപാട് ചലഞ്ചസ് ഓവർസീസിൽ അവർക്ക് ഒരുപാട് ചലഞ്ചസ് വരുന്നുണ്ട്. 3 മേജർ ചലഞ്ചസ് പറയുന്നത് COVID-19 പാൻഡമിക്കിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അല്ലേ ലോക്ക്ഡൗൺ കാരണം. അപ്പോൾ അവരുടെ പ്ലാൻസ് 2020 പ്ലാൻസ് എല്ലാം ലോക്ക്ഡൗൺ കാരണം അല്ലെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഡിസ്ട്രപ്ഷൻ കാരണം, സ്റ്റുഡൻസ് വിസാസ് എംബസീസ് ഇഷ്യൂ ചെയ്യാത്തതിൻ്റെയൊക്കെ കാരണം ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 2020 പുറത്തേക്ക് പോയത് അവരുടെ നമ്പർ വളരെ ഡ്രോപ്പായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ 5.9 lakh സ്റ്റുഡൻസാണ് 2019 ഏകദേശം പോയത് എങ്കിൽ
ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോയതെങ്കിൽ 2020 ഏകദേശം 2.6 ലാക്കാണ് അവർക്ക് കുട്ടികൾക്കാണ് പോകാനായിട്ട് സാധിച്ചത്. ഇനി 2021 ഏകദേശം 72,000 സ്റ്റുഡൻസിനാണ് ഓവർസീസിലേക്ക് പോകാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഒരുപാട് കൺട്രീസ് അവരുടെ ബോർഡേഴ്സും അവരുടെ ഫ്ലൈറ്റ്, ഇന്ത്യയിൽ നിന്നുള്ള ഫ്ലൈറ്റൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇത്തരത്തിലുള്ള ഓവർസീസ് സ്റ്റുഡൻസിനെ ഭയങ്കര മോശമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതായിട്ട് വരുന്ന വാക്സിനേഷനാണ്. നമുക്കറിയാം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 2021 ആയപ്പോഴേക്കും നന്നായിട്ട് അവരുടെ എണ്ണത്തിൽ കുറയുന്നുണ്ട്. കോവാക്സിനും സ്പുട്നിക് എന്ന് പറയുന്നത് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. WHO അംഗീകരിക്കാത്ത വാക്സിൻസാണ്. അപ്പോൾ US പോലെയുള്ള രാജ്യങ്ങൾ അത്തരത്തിൽ വാക്സിൻ എടുത്തിട്ടുള്ള വാക്സിനേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് റീവാക്സിനേഷൻ വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കോവിഷീൽഡ് എടുത്തിട്ടുള്ള കുട്ടികൾ ഏകദേശം 12 വീക്ക് ഗ്യാപ്പ് ആണെങ്കിൽ അവർ വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അവരുടെ സെക്കൻഡ് ഡോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റുഡൻസിനെ അബ്രോഡിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ഇല്ല എന്നുള്ള കാര്യവും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓവർസീസിൽ ജോബ് കിട്ടാൻ വേണ്ടിയിട്ടും വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസരം ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്തതുകൊണ്ടും അപ്പോൾ ഒഫീഷ്യൽസ് ആണെങ്കിലും അല്ലേ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ആ ഒരു ഡിസ്കഷൻ വരണം. അപ്പോൾ ഇന്ത്യൻ സ്റ്റുഡൻറ്റ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് രാജ്യങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യണം എന്നുള്ള ഒരു സജഷനാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്മൂത്ത് ട്രാവൽ ഓവർസീസിലേക്ക് പോകാനായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് ഓവർസീസിലേക്ക് പോകാനുള്ള ഒരു സ്മൂത്ത് ട്രാവൽ ഉറപ്പാക്കേണ്ട ആവശ്യകതയും ഈ ആർട്ടിക്കിളിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ അനാലിസിസ് പൂർത്തിയായിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേഷന് വേണ്ടിയിട്ട് ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.